ഗൈസ്, നിങ്ങളിൽ കുറെ പേർക്ക് അർജുൻ മാധവൻ ആരാണെന്ന് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഇവനാണ്. ഇത് ഇവന്റെ 4 വർഷം മുൻപുള്ള ഫോട്ടോയാണ്. ഇപ്പൊ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. ഇവന്റെ മെയിൻ പരിപാടി CPM-മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് തീട്ട സംഘികളെ സുഖിപ്പിക്കലാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ ഒരു പേരിന് മാത്രം കൊടുത്ത് ഉപേക്ഷിച്ച ഒരു വാർത്തയെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പേരിന് മാത്രം കൊടുത്ത് ഉപേക്ഷിച്ച കണ്ടന്റ് ഇവൻ വിശദീകരിക്കാനാണ് ഈ അന്യഗ്രഹ ജീവി വന്നിരിക്കുന്നത്. ഞാൻ ഇവനെ അന്യഗ്രഹ ജീവി എന്ന് വിളിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മൊട്ടയും അതേപോലെ തന്നെ മീശയും താടിയൊന്നും ഇല്ലാതെ ഇവനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സ്പേസിൽ നിന്ന് വന്ന ഏതോ ഒരു അന്യഗ്രഹ ജീവിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ പേരിന് മാത്രം കൊടുത്ത വാർത്ത വിശദീകരിക്കാനല്ലേ വന്നത്. ഒന്ന് വിശദീകരിച്ച് കേൾക്കട്ടെ. ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA-യുടെ ഗുണ്ടകൾ കക്കാടംപൊയിൽ നിന്നും അടിച്ചിറക്കുവാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യാവസ്ഥകൾ എന്താണ് എന്ന് അന്വേഷിച്ചതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അർജുൻ മാധവൻ എന്ന് പറയുന്ന തീട്ട സംഖ്യയോടാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെ പ്രസന്റേഷൻ വളരെ ബോറാണ്. ഈ ഒരു കാറ്റഗറിയിലാണ്. ഇവനെ കാണുമ്പോ സത്യത്തിൽ എനിക്ക് സങ്കടവും വരുന്നു, ചിരിയും വരുന്നു. എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയത്? എനിക്ക് മാത്രമാവൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു കോലം പോലെ എനിക്ക് തോന്നുന്നത്. അർജുൻ മാധവ, നിന്നെ കളിയാക്കാന്ന് വിചാരിക്കരുത്. ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയായിട്ടുള്ള ആളുകളുടെ സ്വത്ത് അതാണ് പറഞ്ഞത്. സ്വത്ത് എനിക്ക് വ്യക്തമായില്ല ഒന്ന് വെച്ചത്. ഈ മുട്ട പഠിച്ച സമയത്ത് അർജുൻ മാധവന് നല്ല കൊഞ്ഞുണ്ടായിരുന്നു. സ്വത്ത് വിവരങ്ങളല്ല, സ്വത്ത് വിവരങ്ങൾ അങ്ങനെ പറ. മുട്ട പരിശോധിക്കുകയാണെങ്കിൽ they have been rich like anything than they are before. ഓ, ഇംഗ്ലീഷ് മൊട്ടൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയിട്ട് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് വന്നിരിക്കുക നമ്മുടെ മുൻപ് സ്റ്റാറാവനല്ലേ. And especially politicians, when you are responding to some kind of a social issue, you have to maintain that decorum. മൊട്ടേ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് ഇംഗ്ലീഷ് പാച്ച വെള്ളം പോലെ പറയും. അതിനുള്ള പ്ലാറ്റ്ഫോം കേരളത്തിൽ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ വിമർശനങ്ങൾ നടത്തുന്ന ആരായാലും ഒരു പരിധി വരെ മാന്യതയുള്ള ആളുകളൊന്നും അങ്ങനെ പറയില്ല. സത്യസന്ധമായിട്ട് പറയാലോ, ഞാൻ നല്ല രീതിയിൽ വിമർശിക്കാറുണ്ട്. മാന്യത എന്ന് പറയുന്ന സംഭവം എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കണ്ട. അതൊക്കെ ഉണ്ടാവും, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും. ഞാനെന്ന് വെച്ചാൽ മാന്യതയിലൊന്നും വിമർശിക്കൂല. തീട്ടസംഖ്യയായ നിന്നെ പോലുള്ള തീട്ടങ്ങളെ മാന്യതൊന്നും എൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സംഖ്യകളുണ്ടെങ്കിൽ അവർ നിന്നെ മാനിക്കുമായിരിക്കും, നിനക്ക് ബഹുമാനം തരുമായിരിക്കും. പക്ഷേ ഞാൻ ആ 2 സംഭവം നിനക്ക് തരൂല കേട്ടാ തീട്ടമേ. എന്താ പറയാ, എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ രാഷ്ട്രീയ പാർട്ടിക്കാരാ? അതെന്താ പറഞ്ഞത്? ഒന്നുകൂടി വെച്ചത്. രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, പാർട്ടിക്കാർ ബഹുമാനം കൊടുത്തിട്ടാണ് സമൂഹം ഇന്നും ഇപ്പൊ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും. എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും ബഹുമാനം കൊടുക്കണം. പാർട്ടിക്കാർക്ക് ബഹുമാനം കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. പിന്നെ കൊടുക്കേണ്ടത്, അല്ലാതെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടോ അല്ല. ഒരാളെ വ്യക്തിപരമായിട്ട് തന്നെ ആക്ഷേപിക്കുകയും ചെയ്യും, ഇൻസൾട്ടും ചെയ്യും. നിന്നെ പോലുള്ള തീട്ടസംഖ്യകൾക്ക് ബഹുമാനം കൊടുക്കാണ്ടല്ലോ. എന്നെ പോലുള്ള ആൾക്കാരെ കിട്ടിയില്ല കേട്ടാ. നീ വലിയ RSSന്റെ മറ്റാളാണെങ്കിൽ നീ അവിടെ പോയിട്ട് കളിച്ചാൽ മതി. എല്ലായിടത്തും കളിക്കുന്ന പോലെ എൻ്റെ അടുത്ത് കളിക്കാൻ വരണം കേട്ടോ. ഗൈസ്, എനിക്ക് ഇവൻ്റെ കൂടെ ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവൻ എന്നെ ബ്ലോക്കാക്കി കളഞ്ഞു. ഇവൻ എന്നെ ബ്ലോക്കാക്കി. MSC എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ, എൻ്റെ പേജ്, ഫേസ്ബുക്ക് പേജ് ബ്ലോക്കാക്കി കളഞ്ഞു. ഇവനെ ഞാൻ വെറുതെ വിടാൻ പാടണ്ട. പിന്നെ തീട്ട സംഖ്യ ഞാൻ എന്താ പറയേണ്ടത്? എന്നെ ബ്ലോക്കാക്കാൻ മാത്രം ധൈര്യം ഉണ്ടാടാ നിനക്ക്? നിങ്ങൾ എത്ര ട്രോൾ ചെയ്യാലും അല്ലെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോ ട്രോളായിട്ടൊന്നും ചെയ്തോന്നല്ല. എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നെ കുറിച്ച് കുറച്ച് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നീ ഒരു തീട്ട സംഖ്യ, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ തീട്ടത്തിൽ കുളിക്കാൻ ഇഷ്ടപ്പെടുന്ന പുഴുക്കൾ. മനസ്സിലായോ? കുട്ടികൾ ഓടിക്കളഞ്ഞു എന്നാണ് വലിയ വീരവാദം മറക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ ഓടിക്കളഞ്ഞു. എടാ ഒരു മിനിറ്റ്. പിണറായി വിജയന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, വീഡിയോ ഇല്ല. ഈ ഒരു സമയത്ത് ഇവന്റെ മുഖം കണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കല്ലേ. ഇവന്റെ മുഖവും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ? എന്തൊരു ഗതികെട്ടവന്മാരായിരിക്കും ഇവന്റെ ഒക്കെ ഫോളോവേഴ്സ്. നാറിയ ഫോളോവേഴ്സ് ആയിരിക്കുമല്ലോ ഇവന്റെ അല്ലേ? തീട്ടസംഖ്യകൾ തന്നെ ആയിരിക്കും ഇവന്റെ ഒക്കെ ഫോളോവേഴ്സ്. വിവരദോഷത്തിന്റെ അതിര് വേണം കേട്ടാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക സഖാവ് പിണറായി വിജയൻ സാർ, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. വിവരക്കേടിന്റെ അങ്ങേത്തലയാണ് ഈ അർജുൻ മാധവ് എന്ന് പറഞ്ഞ പൊട്ടൻ. ശരിക്കും പറയാം, പൊട്ടനാണ്. പൊട്ടൻ എന്ന് പറഞ്ഞാൽ പോരാ, മരമണ്ടൻ. അങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വലിയ തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഇവനിക്കെന്താ നരമ്പ് രോഗണ്ട? ഷിറ്റ് കോപ്പി അനുകരിക്കാൻ വേണ്ടി നോക്കാണ്. മുഹമ്മദ് റിയാസ് എന്താ ഇന്നലെ പറഞ്ഞത്? ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് അങ്ങനെയല്ല പറയേണ്ടത്. ഇംഗ്ലീഷ് ഗ്ലാമർ ഉണ്ടാവില്ല, അത് ക്ഷമിക്കുക. അപ്പോൾ നീ CPM-മാരെ കുറ്റം പറയുന്നതിൽ എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. നിനക്ക് ഇനി കഞ്ഞി കുടിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും പണിയെടുക്കുക. നിനക്ക് വലിയ പാർട്ടിക്കാർ തന്നെ കുറ്റം പറയണം, എന്നാലേ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ മലങ്ങളുണ്ടാവും അല്ലേ? ഇവന്റെ ചിന്ത എന്താണ്? ഇവൻ ഉദ്ദേശിക്കുന്നത് CPM-മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം. അതല്ല നിന്നെ പോലുള്ള തീട്ടങ്ങൾ ഉദ്ദേശിക്കുന്നത്. CPM-മാരെ കുറ്റം പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ തീട്ടങ്ങൾ തന്നെയാണ്, പച്ച തീട്ടങ്ങൾ. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ യൂട്യൂബ് കൂടി കയറി സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. നിന്നെ പോലുള്ള നാറികളെ സഹിക്കുന്ന ഫേസ്ബുക്ക് അമ്മാവന്മാർ യൂട്യൂബിൽ ഉണ്ടാവില്ല. കാരണം യൂട്യൂബിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ല. അവിടെ കഷ്ടപ്പെട്ടാലേ വിജയം ഉണ്ടാവും. യൂട്യൂബ് ഫേസ്ബുക്കിൽ എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പെടണമെന്നില്ല.
റീച്ച് ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കോളും. ആ ഒരു റീച്ച് കണ്ടിട്ട് നീ തുള്ളാൻ നിൽക്കണ്ട. നീ യൂട്യൂബിൽ കൊണ്ടുപോകാൻ നോക്കുകയാണ് അമ്മാവന്മാരെ. അവർ യൂട്യൂബിലില്ല, ഫേസ്ബുക്കിൽ മാത്രമുള്ള അമ്മാവന്മാരാണ് നിന്നെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തും കാണിച്ചു കളിയാന്ന് വിചാരിക്കരുത്. കുട്ടികൾ അഭിനയത്തെ കുറിച്ചൊന്നും പറയാനില്ല, വേറെ ലെവല്. ചെക്ക കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ തീട്ടസംഖ്യ പോയില്ലേ, സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. കാരണം നിനക്ക് നരമ്പ് രോഗം ഉണ്ടോ? ഓരോ റിയാക്ഷൻ ആണല്ലോ അല്ലേ? എടാ ഇവനൊക്കെ മെന്റൽ ആശുപത്രി കൊണ്ടുവരേണ്ട ടൈം കഴിഞ്ഞു. കാരണം അത്രയും എന്താ പറയാ, വല്ലാത്തൊരു റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു മെന്റൽ പേഷ്യന്റ് കാണിക്കുന്ന അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടാ കമന്റ്. സഖാവ് രണ്ടാമത് ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഗവർണർ ചെയ്യും എന്ന് തോന്നുന്നില്ല. കാരണം ഗവർണറുടെ രാഷ്ട്രീയ മര്യാദ. സംഘി ഗവർണറിന് എന്ത് രാഷ്ട്രീയ അജണ്ട? എന്താ ഇവൻ പറയുന്നത്? സംഖ്യ ആയതിനെ കൊണ്ട് തന്നെ അവരുടേതായ ഒരു അജണ്ട ഉണ്ടാവും. അപ്പോൾ ആ ഒരു അജണ്ട വെച്ച് ഇവിടെ ചെയ്യാൻ നോക്കുമ്പോൾ അത് സഖാവ് പിണറായി വിജയൻ്റെ സർക്കാർ എതിർക്കുന്നു. അപ്പോൾ അത് നടക്കാത്തതിനെ കൊണ്ട് ഇവരെ പോലുള്ള തീട്ടസംഖ്യകൾ അങ്ങനെ തന്നെ പറയണം, കുറേ ഉണ്ട്, ഒന്ന് രണ്ടൊന്നല്ല. ഗവർണറിനെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അവന്മാരൊക്കെ തീട്ടത്തിൻ്റെ കാറ്റഗറി തന്നെ പെടുത്തണം. അവന്മാർ വെള്ളം പൂശാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കണ്ട. നിങ്ങൾ കണ്ണൂരിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനെ ഉദ്ദേശിച്ചിട്ട് കോട്ട് ചെയ്തൊരു സാധനം മാത്രമാണ്. അത് പിടിച്ചു കയറുന്നതിൽ വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീയല്ലേ ചാണകമേ കണ്ണൂരിൽ പിടിച്ചു കയറുന്നത്? കണ്ണൂരിന്റെ വിഷയമൊക്കെ ഇവിടെ അവസാനിച്ചതാണ്. ഇവനെ പോലുള്ള ആൾക്കാർക്ക് എന്താണ് വേണ്ടത്? സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. കുറേ വ്യൂവേഴ്സിന് കിട്ടണം. ആ വ്യൂവേഴ്സിൽ നിന്ന് കുറേ പണം സമ്പാദിക്കണം. ആ ഒരു ഒറ്റ ചിന്തയും വെച്ചിട്ടാണ് ഇവനെ പോലുള്ള കുറേ സംഖ്യകൾ ഇറങ്ങിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇവനെ പോലുള്ള നാറുകളൊക്കെ കാണുമ്പോൾ സ്പോട്ടിന് റിപ്പോർട്ട് അടിച്ചാളാണോ? അപ്പോൾ ഇനി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു 10 വർഷം അകത്ത് കിടക്കേണ്ടി വരും. കാരണം എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് അടക്കാൻ പറ്റുന്നില്ല. ഈ നാറി എന്നെ ബ്ലോക്ക് ആക്കിയതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിന് നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഫോളോ ചെയ്യാം.